നിന്നുള്ള നൊബേൽ സമ്മാനം കിട്ടാതെ പരവേശം പൂണ്ടിരുന്ന അമേരിക്കൻ പ്രസിഡന്റിന് തനിക്ക് കിട്ടിയ സമ്മാനം കൊടുത്ത് ചാരിതാർത്ഥ്യം അടഞ്ഞിരിക്കുകയാണ് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് കൊറീന മച്ചാഡോ. ട്രംപിനും മച്ചാഡോയ്ക്കും ആനന്ദലബ്ധിക്കിനി എന്തു വേണം? തനിക്ക് കിട്ടാത്തത് കിട്ടിയ മറ്റൊരാൾ തന്റെ വീട്ടിൽ കൊണ്ട് തന്നതിന്റെ ആനന്ദാതിരേകത്തിൽ ആറാടുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. നോബൽ സമ്മാനത്തിന്റെ വിലയറിയാത്ത രണ്ടുപേര് തമ്മിൽ നടത്തിയ കുൽസിത ക്രയവിക്രയം എന്നല്ലാതെ ഇതിനെ എന്തു പേരിട്ട് വിളിക്കും? ആഗോള ട്രംപാരാധക സംഘടനകൾക്കും ഇത് ഹർഷപുളകത്തിന്റെ നിമിഷമാണ്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ മച്ചാഡോ ട്രംപിന് തന്റെ നൊബേൽ സമ്മാനം നൽകിയപ്പോൾ അന്താളിച്ചു നിന്നിട്ടുണ്ടാകണം നൊബേൽ കമ്മിറ്റി. ഈ കൈമാറൽ വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒന്നാണ് എന്നൊക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞു നടക്കുകയാണ് മച്ചാഡോ. പ്രസിഡന്റ് ട്രംപിനെ നമ്പാമെന്നും വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മുതൽ അവർ പറയുന്നുണ്ട്. മരിയ കൊറീന മച്ചാഡോയെ കാണാൻ സാധിച്ചത് തനിക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്നും താൻ ചെയ്ത പ്രവൃത്തികൾ മുൻനിർത്തി മരിയ അവരുടെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തനിക്ക് തന്നുവെന്നും പറഞ്ഞ് ട്രംപും ഉറക്കെ ചിരിക്കുന്നുണ്ട്. തന്റെ രാജ്യത്തിലേക്ക് അതിക്രമിച്ചു കയറി തന്റെ രാജ്യത്തെ പ്രസിഡന്റിനെ കുറ്റവാളിയെ പോലെ കടത്തിക്കൊണ്ടുപോയ മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റിനാണ് തനിക്ക് കിട്ടിയ നൊബേൽ സമ്മാനം കൈമാറിക്കൊണ്ട് മച്ചാഡോ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാലും ഇതൊരു വല്ലാത്ത ചരിത്ര സൃഷ്ടിയായിപ്പോയി എന്നത് പറയാതിരിക്കാനാവുന്നില്ല. പ്രസിഡന്റ് മദുറോ കളത്തിൽ നിന്ന് പുറത്തായതോടെ ആ രാജ്യത്തിന്റെ അധികാരം തന്റെ കയ്യിൽ ട്രംപ് വെച്ച് തന്നാലോ എന്നൊക്കെ കരുതിയായിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. തന്റെ രാജ്യത്ത് അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡെൽസി റോഡ്രിഗസ് സ്ഥാനമേറ്റ് ഭരണം തുടങ്ങിയതൊന്നും മച്ചാഡോയ്ക്ക് പ്രശ്നമല്ലെന്ന് തോന്നുന്നു. ട്രംപ് ഒപ്പമുണ്ടെങ്കിൽ തനിക്ക് ഭരിക്കാം എന്ന ചിന്തയാവണം അവരെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത യുദ്ധങ്ങൾ താൻ ഒറ്റയ്ക്ക് അവസാനിപ്പിച്ച കഥകൾ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞും എഴുതിയും പ്രഖ്യാപിച്ചും നടന്നെങ്കിലും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടാതെ ഇരിക്കുമ്പോഴാണ് ചുളിവിലൊരു നൊബേൽ മച്ചാഡോ താൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് സമ്മാനിച്ചിരിക്കുന്നത്. താൻ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനാണെന്ന് ട്രംപ് പലവട്ടം പറഞ്ഞെങ്കിലും കിട്ടാത്തതിന്റെ ചുരുക്ക് പ്രകടമായിരുന്നു. പുരസ്കാരം മച്ചാഡോയ്ക്ക് ലഭിച്ചപ്പോൾ അതിനെതിരെയും അമേരിക്കൻ പ്രസിഡന്റ് ആഞ്ഞടിച്ചിരുന്നു. എന്നാൽ മച്ചാഡോ തന്നെ അത് കൊണ്ടുകൊടുത്തപ്പോൾ മച്ചാഡോയെ പ്രകീർത്തിക്കാനേ ട്രംപിനിപ്പോൾ സമയമുള്ളൂ. ഒരിക്കൽ കൊടുത്ത സമ്മാനം പിൻവലിക്കാനോ പങ്കുവെക്കാനോ കഴിയുന്നതല്ല എന്ന് നൊബേൽ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്ക് കിട്ടിയ സമ്മാനം അത് കിട്ടാതെ വിറളി പൂണ്ട് നടന്ന മറ്റൊരാൾക്ക് സ്വന്തം നേട്ടങ്ങൾക്കായി കൊണ്ടുകൊടുത്ത മച്ചാഡോ നൊബേൽ കമ്മിറ്റിയെ മാത്രമല്ല ആഗോള രാഷ്ട്രങ്ങളെയും പൊതുസമൂഹത്തെയും അപമാനിച്ചിരിക്കുകയാണ് എന്നല്ലാതെ എന്ത് പറയാൻ?